ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് അടുത്തൊരു വ്ളോഗാണ്. ഞാൻ കുറേ നാളായിട്ട് വ്ളോഗ് ചെയ്തിട്ട് ഇന്ന് ചെയ്യാൻ അതിൻ്റേതായിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ഫ്ലൈറ്റ് എടുത്ത് ദുബായിലേക്ക് പോവാണ്. അപ്പോൾ കുറേ നാൾ ആഗ്രഹിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മൊമെൻറ്റ് എൻ്റെ ലൈഫിൽ വരുന്നത്. അപ്പം ഒരു മിക്സ്ഡ് ഇമോഷനാണ് മൊത്തത്തിൽ തോന്നുന്നത്. അമ്മച്ചി നല്ല വിഷമത്തിലാണ്. കാരണം അവരുടെ ഫുൾ റൂട്ടീൻ, എല്ലാ ദിവസത്തെ റൂട്ടീനും കുഞ്ഞിനെ നോക്കുക, കുഞ്ഞിനെ കുളിപ്പിക്കുക, കുഞ്ഞിനെ ഫുഡ് എടുക്കുക. അപ്പം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഹേസ് ഫുൾ കാര്യങ്ങൾ നോക്കുന്നതും കൂടുതൽ ആയിരുന്നു. അപ്പോൾ ഈയൊക്കെ ശരിക്കും ഹേസ് മിസ് ചെയ്യും. പിന്നെ വേറെ ഫൈസിക്കുള്ള ഒരു കുഞ്ഞ് സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഹേസ് ബേബിയും ഒരേ ടൈപ്പ് ഡ്രസ്സ്, അതായത് ഡങ്കരി ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഡങ്കരി മേടിച്ചിരുന്നത്. അപ്പം അതിനൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അപ്പം പൈസനെ കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷേ വീട്ടിൽ നിന്ന് മാറുന്നതിന് അതേപോലെ വിഷമമുണ്ട്. അത്ര ആയപ്പോൾ തന്നെ ഡ്രൈവർ വന്നു. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ വെളിയിൽ കാറിലോട്ട് എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങുവാണ്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ദാസ് എന്ന് പറഞ്ഞൊരു ഡയലോഗ് എൻ്റെ ലൈഫിൽ വളരെ കറക്റ്റാണ്. ബിക്കോസ് ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അതിനെക്കാട്ടിലും അടിപൊളിയായിട്ടായിരിക്കും സംഭവം നടക്കുന്നത്. പക്ഷേ അത് അതിൻ്റെ സമയത്ത് മാത്രമേ നടക്കത്തുള്ളൂ. നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് നടക്കുന്നില്ല എന്ന് വെച്ചിട്ടാണ് നമ്മൾ മിക്ക കാര്യത്തിനും വിഷമിക്കുന്നത്, ടെൻഷൻ അടിക്കുന്നതൊക്കെ. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമായിരിക്കും, അല്ലെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് പൊസിഷനിൽ തന്നെ ആയിരിക്കും നമ്മുടെ ലൈഫിൽ അത് നടക്കുന്നത്. പക്ഷേ അതിന് കുറച്ച് ടൈം കൊടുക്കുക, അതിന് കുറച്ച് എന്താ പറയുന്നത്, അതിനായിട്ടുള്ള നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കുക, നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യുക. ബാക്കിയെല്ലാം നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ഡെസ്റ്റിനി ഉണ്ട്, അതിനനുസരിച്ചിട്ട് സംഭവങ്ങൾ പോകത്തുള്ളൂ. അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആൻസൈറ്റി, ടെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറയും. എയർപോർട്ടിൽ ഞങ്ങൾ ഒരുപാട് നേരത്തെയാണ് വന്നത്. അപ്പോൾ ഒരു 1 hour അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. അപ്പോഴത്തേക്കും ഒന്ന് പ്രിപ്പയർഡ് ആവാൻ ടൈം കിട്ടി. പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങുന്നത് പോലെ ആയിരിക്കുന്നില്ല. അപ്പോൾ കുറച്ചും കൂടെ ഓക്കെ ആയിട്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത്. ഞാൻ എന്നെ തന്നെ ഇത്തവണ ചലഞ്ച് ചെയ്തൊരു കാര്യമാണ് ഹീസ് ബേബി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് നോക്കുക എന്നുള്ളത്. അപ്പം സംഭവം ആലോചിക്കുമ്പോൾ ഭയങ്കര റിസ്ക് ആണെന്നുണ്ടെങ്കിലും കയ്യിൽ ഹീസ് ബേബി ഞാൻ ഒറ്റയ്ക്കാണ്. പിന്നെ എനിക്കൊരു 8 kg ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഡയപ്പർ ബാഗ് 3 kg വരുന്നുണ്ടായിരുന്നു. അപ്പോൾ യൂഷ്വലി എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കുഞ്ഞിട്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ലഗേജ് മാക്സിമം കുറയ്ക്കാവുന്ന എത്രത്തോളം കുറയ്ക്കാവോ അത്രത്തോളം കുറയ്ക്കുന്നതാണ് നല്ലതാണ് എല്ലാവരും പറയാറ്. പക്ഷേ ഇത്തവണ എനിക്ക് ഞാനവിടെ സെറ്റിൽ ആവാൻ വേണ്ടി പോകുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് ലഗേജ് ഉണ്ടായിരുന്നു. സോ എനിക്ക് വേറെ ഒരു ഓപ്ഷൻസ് ഇല്ലായിരുന്നു. അപ്പം റിസ്ക് ആണെങ്കിൽ റിസ്ക് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എയർപോർട്ടിൻ്റെ അതോട്ട് കയറിയപ്പോൾ തൊട്ട് ഹീസ് ബേബി വാപ്പിച്ചി വാപ്പി എന്ന് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഒന്നുകൂടെ ആക്ച്വലി വിഷമമായി. പിന്നെ വലിയ നിർബന്ധമൊന്നും ഇല്ലാന്നുകൊണ്ട് അൽഹംദുലില്ലാ എല്ലാം ഓക്കെ ആയിട്ട് പോയി. കാരണം ഹീസ് ബേബി കുറച്ചിങ്ങനെ ഓടി നടക്കാനുള്ള സാധനം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുക്കുംബർ കുറച്ച് സ്ലൈസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുക്കുംബർ കൊടുക്കുമ്പോൾ തന്നെ അവൾ അത് വെച്ചിട്ട് കുറേ നേരം ഇരിക്കുമായിരുന്നു. അപ്പം എനിക്ക് അതത്ര വലിയ പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ കുഞ്ഞും ഓക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് ഏകദേശം ഒരു 2 hours ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഹീസ് ബേബി എന്താ പറയുക കുറച്ച് നിർബന്ധമൊക്കെ കാണിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അവിടെ ഒരു ഫീഡിംഗ് റൂം ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഫീഡിംഗ് റൂം അന്വേഷിച്ചിട്ട് ഞങ്ങൾ നേരെ ഫീഡിംഗ് റൂമിൽ അങ്ങോട്ട് പോയി. കുഞ്ഞായിട്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കൺസെൻട്രേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യൂ പോലും നിൽക്കേണ്ടി വരത്തില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലായിടത്തും നമ്മൾ കയറ്റി വിടും. അങ്ങനെ നമുക്കൊരു ഡിലേയോ അല്ലെങ്കിൽ കുറേ നേരം കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് നിൽക്കണം, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ല. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആക്ച്വലി എനിക്കുണ്ട്. അപ്പോൾ ഹീസ് ബേബിൻ്റെ ഫസ്റ്റ് ടൈമിൽ അവൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ഫ്ലൈറ്റിൽ. അപ്പോൾ അതുകൊണ്ട് അത് എമിറേറ്റ്സ് തന്നെ ആവണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ബിക്കോസ് അവരൊരു സർട്ടിഫിക്കറ്റ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബേബീസിന് ഫസ്റ്റ് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ട്രാവൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചത് എമിറേറ്റ്സ് ആകുമ്പോഴത്തേക്ക് അത് നല്ലതായിരിക്കില്ല എന്ന് വെച്ചിട്ട് അങ്ങനെയാണ് അത് ഓപ്റ്റ് ചെയ്തത്. ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ ഒരു പ്രായം ഭയങ്കര അടിപൊളിയാണ്. കാരണം നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി, ഭയങ്കര ഒരു എന്താ പറയുന്നത്, അവർ കാണുമ്പോഴത്തേക്ക് ഭയങ്കര അവരുടെ ക്യൂട്ട്നെസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറി കിട്ടും. ഞാൻ ഹീസ് ബേബിയെ കുറച്ച് എൻഗേജ്ഡ് ആയിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ കൊണ്ടുവന്ന് കുക്കുംബർ ആയിരുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുക്കുംബർക്ക് അവർക്ക് മടുത്തു. അങ്ങനെ ഭയങ്കര അലമ്പ് കാണിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല ഫീഡിംഗ് റൂം അവിടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അവിടെ ഞങ്ങൾ അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ ഡയപ്പർ ചേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, ഫീഡ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ അവിടെ നിന്നപ്പോഴത്തേക്ക് ഹീസ് ബേബി കുറച്ച് ഓക്കെ ആയി. അങ്ങനെ ഫ്ലൈറ്റിനകത്ത് കയറി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ സീറ്റിന് അങ്ങോട്ട് പോകുമായിരുന്നു. ഞങ്ങളുടെ തൊട്ട് മുന്നിലുള്ള സ്ക്രീൻ കണ്ട് ഹീസ് ബേബി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം യൂഷ്വലി ഞാൻ അവൾക്ക് അങ്ങനെ മൊബൈലോ അങ്ങനെ ഒന്നും കാണിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ സ്ക്രീൻ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. സംഭവം അവരവിടെ ഇൻസ്ട്രക്ഷൻസും സേഫ്റ്റി മെഷേഴ്സൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അതുകൊണ്ട് ഹീസ് ബേബി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടെ കിടന്ന് ഭയങ്കര തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിനെ ചെവിയാൻ എടുക്കുമോ എന്നുള്ളത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആ എടുക്കുന്ന സമയത്ത് കുഞ്ഞിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കരച്ചിൽ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഹീസ് ബേബിനെ ഒരു ടോയ് ഒക്കെ കൊണ്ട് കൊടുത്തു. ഒരു എമിറേറ്റ്സിൻ്റെ ഇതുള്ള ഒരു ടോയും ഒരു പൗച്ചും കൊണ്ട് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹീസ് ബേബി പാല് കുടിച്ച് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ഞാൻ ആ ഗ്യാപ്പിൽ എന്നാൽ ഫിലിം കാണാമെന്ന് വെച്ചിട്ട് സ്ക്രീൻ ഓൺ ചെയ്ത സമയത്ത് എൻ്റെ ഹെഡ്സെറ്റ് എന്തോ ഭാഗ്യവശാലേ ഹെഡ്സെറ്റ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ അവരെ വിളിച്ചിട്ട് ഇതുപോലെ ഇൻഫോം ചെയ്തു. അപ്പോൾ അവരെനിക്ക് മാറ്റി തരാമെന്ന് പറഞ്ഞു. അതിൻ്റെ ആ ഒരു അറ്റച്ചിട്ട് ബെൻഡ് ചെയ്തിരിക്കുന്നത് കാരണം അത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഫുഡ് വന്നപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്ത് ഫുഡായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സംഭവം പല ടൈപ്പ് ഫുഡായിരുന്നു. അതിൻ്റെ കൂടെ ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബണ്ണും ബട്ടറും ഉണ്ടായിരുന്നു, പിന്നെ ഒരു പായസം പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഹീസ് ബേബി നല്ല ഉറക്കമായതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഫുഡ് കഴിക്കാൻ പറ്റി. പിന്നെ മെയിൻ ഡിഷായിട്ട് അവർ തന്നിരുന്നത് പൊറോട്ടയും
ചിക്കൻ്റെ എന്തോ ഒരു ഇതും പിന്നെ എഗ്ഗ് സ്മാഷ് ചെയ്തതുമായിരുന്നു. പൊറോട്ടയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫുള്ള് കഴിക്കാൻ പറ്റില്ല, കുറച്ച് കഴിച്ചുള്ളൂ. ബിക്കോസ് എനിക്ക് അത്ര വിശപ്പില്ലായിരുന്നു, വെളുപ്പിനായിരുന്നല്ലോ ഫ്ലൈറ്റ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിക്കോസ് അതിനകത്തൊരു എന്താ പറയുക നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഈ അതിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങാക്കൊത്തൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പം അതെല്ലാം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഹിസ് ബേബി പിന്നീട് നല്ല കരച്ചിൽ തുടങ്ങി. കാരണം ഹിസ് ബേബിക്ക് ചെവി വേദന എടുക്കാൻ തുടങ്ങി. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തൊക്കെ പ്രശ്നമൊന്നുമില്ലായിരുന്നു, പക്ഷേ അതിന് ശേഷം ആക്ച്വലി പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ വീണ്ടും പാൽ കുടിച്ചിട്ട് ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വെച്ച് എന്നൊരു ഹൊറർ പടം തന്നെ കണ്ടേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഹൊറർ പടത്തിൻ്റെ റെക്കമെൻഡേഷൻ വന്നു. അങ്ങനെ ഞാനത് ഓണാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഹെഡ്സെറ്റ് വേറെ അവർ കൊണ്ട് തന്നു. അത് ഭാഗ്യത്തിന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഹൊറർ മൂവി കണ്ടുള്ള മൂടൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് AR റഹ്മാൻ്റെ സോങ് ലിസ്റ്റ് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു അതെന്നെ ഇതാക്കാം, അതെന്നെ കേട്ട് നോക്കാം എന്നുള്ള രീതിയിൽ അത് കേൾക്കുന്ന സമയത്തായിരുന്നു അവിടെ ഒരു സൺറൈസ് പോലെ കുറേ സൺഡേ റേസ് ഇങ്ങനെ ഗ്ലാസ്സിലൂടെ വരുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. ബിക്കോസ് AR റഹ്മാൻ്റെ സോങ്സ് വിത്ത് ആ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. അത് ആ ഒരു വെളുപ്പിന് സമയത്തായിരുന്നു. ഹിസ് ബേബി ഉറങ്ങുമായിരുന്നു. അപ്പം ഫൈസിനെ കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, കുറച്ച് റൊമാൻറ്റിക് സോങ്സ്, അതെല്ലാം വെച്ചിട്ട് അടിപൊളി മൊമെൻ്റ് ആയിരുന്നു. എനിക്ക് ആ ഫുൾ ഡേയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്താറായപ്പോഴത്തേക്കും എയർ ഹോസ്റ്റേഴ്സ് എൻ്റെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് അവരിതുപോലെ അവരുടെ ഫുൾ ക്രൂ അതിൽ സൈൻ ചെയ്തു, ക്യാപ്റ്റനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ അവരുമായിട്ട് നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. അത് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. ബിക്കോസ് ഹിസ് ബേബിക്ക് വലുതാകുന്ന സമയത്തും ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ അവൾ നല്ല എക്സൈറ്റഡ് ആകുമായിരുന്നു. അവർ നല്ല രീതിയിലാണ് ഇത് കോപ്പറേറ്റ് ചെയ്തത്. കുറച്ച് ടൈമിനുള്ളിൽ നമ്മളിപ്പോൾ അബ്ബായി കാണും. അപ്പം ഹിസലിനോട് എന്ത് പറയും അബ്ബ എന്ത് പറയും അബ്ബ കരയാൻ തുടങ്ങി. അപ്പോൾ ദുബായ് എയർപോർട്ടിൽ ചെന്നതിന് ശേഷം എനിക്ക് വഴി തെറ്റിയതാണെന്ന് അറിയത്തില്ല. ഒരു അരമണിക്കൂറോളം നടന്നിട്ടാണ് ഞാൻ എൻ്റെ ലഗേജിന് അവിടെ എത്തിയത്. അപ്പം എത്ര നടന്നതെന്ന് അറിയത്തില്ല, ബിക്കോസ് എല്ലാവരും പറയുന്നത് പക്ഷേ അത്ര ഇല്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് വഴി തെറ്റിപ്പോയതാണ്. അപ്പം എൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറൊരു ഫാമിലിനെ കണ്ടായിരുന്നു. അത് സിംഗിളായിട്ട് 2 കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്തായിരുന്നു വന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അത്ര വലിയ സീനൊന്നും അല്ല എന്നുള്ളത്. അതും ഒരു കുഞ്ഞ് ഹിസ് ബേബിൻ്റെ പ്രായം, ഒരു കുഞ്ഞ് എനിക്കിട്ട് കുറച്ചും കൂടെ 1 വയസ്സ് കൂടുതലുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങളങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി. അപ്പോഴാണ് ഞങ്ങൾ ഫൈസിനെ വെയിറ്റ് ചെയ്ത്, ഫൈസിനെ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഫൈസോട്ട് ഒളിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു അമ്മച്ചി എൻ്റെ മുന്നിൽ വന്നിട്ട് എന്തൊക്കെയോ ബ്ലാ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവരെന്നെ വിടുന്നില്ലായിരുന്നു, അവരെന്തൊക്കെയോ പറഞ്ഞു. പിന്നെ ഇങ്ങനെയൊക്കെയോ ഞാൻ സ്കൂട്ടർ ഇറങ്ങി. അപ്പം ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആശയും ഷൗക്കത്തന്നെ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ അവിടുന്ന് ലഗേജായിട്ട് ഇറങ്ങി നേരെ റൂമിലോട്ട് പോയി. ഹേസൽ ആരെ കണ്ടിട്ടില്ലാത്ത പരിചയം പോലെ ഇങ്ങനെ കാണാതിരിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അറിയാത്ത പറയുന്ന പോലെ ഇരിക്കുകയായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു ചിരിയൊക്കെ വന്നിട്ടാണ് അവരുടെ പോലെ പോകുന്നതൊക്കെ. മാത്രമേ കിട്ടത്തുള്ളൂ. കുശിപ്പൊന്നുമില്ല ഇപ്പൊ. ഹലോ അബ്ബാ. ഇത് എമിറേറ്റ്സ് ഞങ്ങൾക്ക് തന്നൊരു സർപ്രൈസ് ആയിരുന്നു. അത് അവർ നമ്മളിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വന്നൊരു ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ തന്നെ പ്രിൻറ്റ് ചെയ്ത് അവരിങ്ങനെ തരുമായിരുന്നു. അപ്പോൾ ഇതൊരു നല്ല മെമ്മറബിൾ മൊമെൻ്റ് ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഇത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബൈ.